ലൈലാന്റെ സ്വന്തം കൈസ്. രചന നസീഹാനിഹ. അവതരണം ഷാഹുൽ മരയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ക്യാൻറ്റീനിലെ ടേബിളിന് ചുറ്റും ഇരുന്ന് താളം പിടിച്ച് പാടുന്നവരെ അവളൊന്ന് തറപ്പിച്ച് നോക്കി. തിരികെ എല്ലാവരിൽ നിന്നൊരു ആക്കിച്ചിരി കിട്ടിയത് അവളൊരു നിശ്വാസത്തോടെ കൂട്ടത്തിലെ കൊമ്പനെ നോക്കി. ഇതൊന്നും തന്നെ ബാധിക്കുന്നല്ലെന്ന മട്ടിൽ ഫോൺ നോക്കി ഇരിപ്പാണ്. അവനിലേക്ക് കണ്ണുകൾ നീണ്ടതും അവളുടെ നോട്ടം ഒന്നുകൂടെ രൂക്ഷമായി. ഒക്കെ ഈ തെണ്ടി പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന മനസ്സിലായി ആലോചിച്ചുകൊണ്ട് ലൈല തലയും വെട്ടിച്ച് ഉള്ളിലേക്ക് തന്നെ നടന്നു. അവൾ പോയി എന്നുറപ്പായതും ആ ചെമ്പൻ കണ്ണുകൾ അവൾ പോയ വഴി നീണ്ടു. കണ്ടില്ലെങ്കിൽ കൂടെ അവളുടെ ഭാവമൊക്കെ അവന് കാണാപ്പാടമാണ്. എത്ര വേണ്ടെന്ന് വെച്ചിട്ടും അവന്റെ ചുണ്ടിന്റെ കോണിലൊരു പുഞ്ചിരി വിടർന്നു. അബുക്ക 3 ബിരിയാണി 3 ലൈമോ. മക്കളിരിക്ക്, നമ്മൾ കൊണ്ടുവരാം. ക്യാൻറ്റീനിലെ അബൂക്കാനെ നോക്കി ചിരിയോടെ ലൈല പറഞ്ഞു. അയാളും തിരികെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബിരിയാണിയോ? നിന്നോട് ആരുടെ ബിരിയാണി പറയാൻ പറഞ്ഞ ലൈലു? എന്റെ പൊന്ന് സിയ, പൈസ ആലോചിച്ചിട്ടല്ലേ, ഞാൻ കൊടുത്തോളാം, ഇന്ന് എന്റെ വക ട്രീറ്റ്. ലൈല പറഞ്ഞു കേട്ട് വിശ്വാസം വരാതെ സിയും മിൻഹയും മുഖത്തോട് മുഖം നോക്കി. കാര്യം വേറൊന്നുമില്ല, 3 എണ്ണത്തിനും പൈസ ചിലവാക്കാൻ നല്ല മടിയാ. നോക്കേണ്ട, ഞാൻ പറഞ്ഞ സത്യ. നെച്ചുവിന്റെ മാരേജ് ഓൾമോസ്റ്റ് ഫിക്സ് ആക്കി. നാളെ അവിടെ എൻഗേജ്മെന്റാ. സോ അതിന് എന്റെ വക ചെലവ്. മുഖത്തൊരു പൂത്തിരി കത്തിച്ച പോലെ തെളിച്ചത്തോട് പറയുന്നവളെ മിൻഹയും സിയും നോക്കി. ഇത്ര പെട്ടെന്നോ? ഈ പ്രപ്പോസൽ വന്നിട്ട് കുറച്ചായി. ആളിപ്പോഴേ യെസ് പറഞ്ഞ്. അപ്പൊ പിന്നെ ഇടിപിടിന്ന് എൻഗേജ്മെന്റ് നടത്താന്ന് വെച്ചു. അടിപൊളി. എന്നിട്ട് ചെക്കൻ്റെ പിക്ക് കിട്ടിയോ? ഇല്ലടി, പിക്ക് എനിക്ക് അവളെ അയച്ചു തന്നിട്ടില്ല. നേരിട്ട് ഉണ്ടാവുന്ന എന്ന് പറഞ്ഞു. തിണ്ടി. പേര് പോലും പറഞ്ഞില്ലേ? അത് പറഞ്ഞു, ഗസാലി അഹമ്മദ് മുബാറക്. ഓഹ് നൈസ് നെയ്. മറ്റേ ഇഷാൻ കൈസൊക്കെ പോലെ. മിന്നൊരാക്കി ചിരിയോടെ പറഞ്ഞു. ലൈല അവളെ തുറിച്ചു നോക്കി. ഇവളുമാരൊക്കെ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഈ നേരത്താണോ ആ റെക്കോർഡ് എടുത്താന്ന് ആ വഴി പോകാൻ തോന്നിയത്? സ്വയം എന്ന പോലെ പറയുന്നവളുടെ മനസ്സിൽ 2 കൊല്ലം മുമ്പുള്ള ആ ദിവസം നിറഞ്ഞു നിന്നു. ലൈല കരീം. എന്താ മാം? തൻ്റെ റെക്കോർഡ് ഞാൻ സൈൻ ചെയ്തില്ല, അതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. സോ കറക്റ്റ് ചെയ്തിട്ട് ഇന്ന് ഈവനിങ് മുന്നേ സബ്മിറ്റ് ചെയ്യണം. ആ ശരി മാം. മാം പറഞ്ഞു കേൾക്കെ മുഖം വാടിയെങ്കിലും ലൈല ചിരിയോടെ തന്നെ പറഞ്ഞു. ഇതാണ് ലൈല കരീം എന്ന ലൈല്. മുബാറക് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥിനി. ഇവിടെ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് 6 മാസം കഴിഞ്ഞു. ഒരു സാധാ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ഒരേ ഒരു മകൾ. ഉപ്പ കരീം വില്ലേജ് ഓഫീസറാണ്. ഉമ്മ റസിയ LP സ്കൂൾ അധ്യാപികയും. ഒറ്റ മകളായതുകൊണ്ട് അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ലൈലക്കുണ്ട്. ഉദാഹരണത്തിന് മൂക്കത്തെ ശുണ്ടി, എടുത്തിയാട്ടം, അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ. എന്നിരുത്തി ആള് ഭീകരിയൊന്നുമല്ല കേട്ടോ, ഒരു പാവം പെണ്ണ്. എന്താണ് ലൈലു, പണി കിട്ടിയല്ലേ? ഞാൻ നിന്നോട് അന്നേ പറഞ്ഞല്ലേ ഒന്നുകൂടെ നോക്കാൻ. അപ്പൊ അവൾക്ക് മടി. ഇപ്പൊ മുഖം വീർപ്പിച്ച് ഇരുന്നിട്ട് എന്താ? ഈ പറയുന്നതാണ് സിയ റഹ്മാൻ എന്ന സിയ. ലൈലയുടെ ചെറുപ്പം തൊട്ടേയുള്ള കൂട്ടാണ്. ഇനി വേറെ ആൾ കൂടിയുണ്ട്, മിൻഹ ജമാൽ എന്ന മിന്ന. ലൈലക്ക് മിന്നെ കിട്ടിയ 10ൽ നിന്നാണ്. അന്ന് തൊട്ടേ 3 മച്ചയാണ്. പിന്നെ ഇന്ന് മിന്നയുടെ മൂത്തുമാടെ പെങ്ങടമോടെ കുട്ടിയുടെ 3ാം പിറന്നാളായതുകൊണ്ട് വന്നിട്ടില്ല. ലീവ് എടുക്കാൻ ഓരോരോ കാരണേ. ഇനി എന്തോന്ന് ആലോചിച്ചിരിക്കുക. വാ പോയി സ്റ്റാഫ് റൂമിൽ നിന്ന് റെക്കോർഡ് എടുക്കാം. ഇപ്പൊ എടുത്താലേ വൈകിട്ട് വീണ്ടും ആ തള്ളക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റൂ. ശോകമടിച്ചിരിക്കുന്ന ലൈലയുടെ തോള് വിൽക്കിക്കൊണ്ട് സിയ പറഞ്ഞതും എന്തോ പോയ ആരെയോ പോലെ ലൈല എണീറ്റു. പിന്നെ റെക്കോർഡ് വാങ്ങി വന്നപ്പോഴാണെങ്കിൽ അതിൽ മുഴുവൻ കറക്ഷൻ ചെയ്യാനുണ്ട്. ഈ പെണ്ണുപിള്ളയും കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്. പിന്നെ ഒരു ഇരുത്തമായിരുന്നു. ലഞ്ച് പോലും കഴിക്കാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് എഴുതാൻ ഒരൊറ്റ ലക്ഷ്യം മാത്രം, ഇന്റേണൽ മാർക്ക്. തൊട്ടരികെ ഇരുന്ന് സി എന്തൊക്കെയോ ചളിയടിക്കുന്നുണ്ട്. അവളോട് പോയി ഫുഡ് കഴിക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് തനിയെ പോകാൻ വയ്യെന്ന്. യാ ഖുദാ, കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ലൈല റെക്കോർഡ് കംപ്ലീറ്റ് ആക്കി. ഒറ്റ ഇരുത്തത്തിൽ എഴുതി തീർത്തുകൊണ്ട് തന്നെ ആൾക്ക് വലത്തെ കൈ നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ നല്ല വിശപ്പും ദാഹവും. ഇനി എന്തായാലും റെക്കോർഡ് സബ്മിറ്റ് ചെയ്ത് നേരെ ക്യാൻറ്റീനിലേക്ക് പോവാം. എടി നിക്ക്, കോഡ് എടുക്കട്ടെ, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോഴാണ് ലൈല പുറത്തേക്ക് നോക്കിയത്. ആകാശാകെ ഇട്ടുപിടിച്ച് കിടക്കുന്നുണ്ട്. ലൈലക്ക് ആ കാലാവസ്ഥ വല്ലാത്തൊരു ഇഷ്ടമാണ്. ഇരുവരും കുടയും പിടിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ വലിയ ശബ്ദത്തോടൊരു ഇടിവെട്ടി. പുറകെ തന്നെ ചാറ്റൽ മഴയും. ആരുള്ള ബിൽഡിങ്ങിൽ നിന്ന് കുറച്ച് നടക്കണം മാമിന്റെ അടുത്തെത്താൻ. ഇരുവരും മുന്നോട്ട് നടക്കെ മഴയുടെ ശക്തിയും പതിയെ കൂടിക്കൊണ്ടിരുന്നു. ലൈലു, ഡി നീ ഞാൻ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ? സിയ, നീ പറയുന്ന ഞാൻ കേട്ടാ പോരെ, നീ എന്തിനിങ്ങനെ അലർന്ന്? ചൊടിയോടെ പറഞ്ഞവളോട് അതിൽ നിന്ന് ചൊടിയോടെ ലൈല ചോദിച്ചു. എങ്കിൽ പറ, ഞാൻ എന്താ പറഞ്ഞ്? ആദ്യം വൈഷ്ണവ് കമ്മിറ്റഡ്. ലൈല പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ അവരുടെ തൊട്ടുമുമ്പിലായ ആരോ ഓടിയിരുന്നു. ആരടിയത്? സിയ ലൈലയോട് സംശയം ചോദിച്ചപ്പോൾ തന്നെ പുറകിൽ നിന്ന് കാറ്റ് പോലെ ഒരുവൻ വന്ന് ലൈലയുടെ കയ്യിലായുള്ള റെക്കോർഡ് എടുത്ത് മുന്നിലായി ഓടുന്നവന്റെ നേർക്ക് എറിഞ്ഞിരുന്നു. ആദ്യം ഓടിയവൻ ചളിയിലേക്ക് തെറിച്ച് വീണപ്പോൾ പുറകെ വന്നവൻ അവനെ പിടിച്ചിരിച്ച് അവന്റെ മുഖത്ത് നിർത്താതെ പഞ്ച് ചെയ്യാൻ തുടങ്ങി. അവന്റെ മൂക്കിൽ നിന്ന് വരുന്ന രക്തം ചെളിയിലേക്ക് അലിഞ്ഞു ചേർന്ന് അറപ്പോടെ ലൈല നോക്കി. അപ്പോൾ തന്നെ ഇവിടെ നിന്നൊക്കെയോ കുട്ടികൾ വരികയും ഫുൾ അടിപിടിയാവുകയും ചെയ്തു. ശക്തമായി പെയ്യുന്ന മഴയോ ചളിവെള്ളത്തെയോ പരിഗണിക്കാതെ അടിപിടി കൂടുന്നവരെ കാണെ ലൈലക്കും സിയക്കും ഒരു ആവേശം.
കൂടാതെ ലൈല യൂണിഫോം കോട്ടിൽ നിന്ന് ഫോൺ എടുത്ത് അവർ കാണാതെ വീഡിയോ എടുക്കാനും തുടങ്ങി. പോലീസ്! എവിടുന്ന് ആരോ അലറിക്കൂവിയതും തല്ലിയവരും തല്ലുകൊണ്ടുവരും പല വഴിക്കായി ഓടി. ഉഫ്, അടിപൊളി! ഈയിടക്കൊന്നും ഇത്ര മാസ് ഫൈറ്റ് കണ്ടില്ലേ? രോമാഞ്ചം വരുന്നു. യൂണിഫോമിന്റെ കൈ ഉയർത്തിക്കൊണ്ട് സിയ പറഞ്ഞു. അത് സമ്മതിക്കുന്ന പോലെ ലൈലയും തലയാട്ടി. പാവം മിസ്സായി. നമുക്ക് മസാല കൂട്ടി പറഞ്ഞ അവളെ കൊതിപ്പിക്കണം. അല്ല പിന്നെ നീ ആ കൈസിന്റെ അടിയുണ്ടായിരുന്നു. തീ തന്നെ. ഇർഫാന്റെ മൂക്കിന്ന് ചോര വന്നിട്ട് കൈസുണ്ടോ നിർത്തുന്നു. ശോ, എന്റെ ജീവിതം തന്നെയായി. മുന്നോട്ട് നടക്കുമ്പോൾ ഒന്ന് കുളിർന്ന പോലെ സിയ പറഞ്ഞതും ഇവരെയൊന്നും വലിയ അറിവില്ലെങ്കിൽ കൂടെ ലൈല തലയാട്ടി. സിയ പിന്നെ സഞ്ചരിക്കുന്ന ഒരു എൻസൈക്ലോപീഡിയ ആണ്. അവൾക്ക് എല്ലാവരെയും അറിയാം. ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച് അവളുടെ ഇൻസ്റ്റ ID കണ്ടുപിടിച്ച് തരാൻ പറഞ്ഞ പുഷ്പം പോലെ അവൾ ചെയ്തു തരും. ഒരു കണക്കിന് നോക്കിയാൽ അതൊരു കഴിവ് തന്നെ. അല്ല, നമ്മളിതെവിടെ ഈ മഴയത്ത് പോകുന്നത്? ഒന്ന് നിന്നുകൊണ്ട് സിയ ചോദിച്ചോ. ലൈലയുടെ മുഖത്ത് അതേ ഭാവമായിരുന്നു. മാസ്മരികമായ ഒരു ഫൈറ്റ് കണ്ടതും രണ്ടുപേരും ലോകം മറന്ന മട്ടാണ്. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ലൈല കയ്യിലേക്ക് നോക്കി. പിന്നെ ആ അടി നടന്ന സ്ഥലത്തേക്ക് കൂടെ ചൂടാതെ മഴയും കൊണ്ടൊരൊറ്റ ഓട്ടമായിരുന്നു. ഒരു നിമിഷം ഇവിളിത് എവിടേക്കാ ഓടുന്നതെന്ന് ഓർത്ത സിയും എന്തോ കത്തിയമട്ടിൽ അവിടെ പുറകെ തന്നെ ഓടി. ചളിയിൽ കുതിർന്ന റെക്കോർഡ് എടുക്കുമ്പോൾ ലൈല അറിയാതെ ഒന്ന് വിരുമ്പിപ്പോയിരുന്നു. എന്റെ റെക്കോർഡ്, എന്റെ ഇന്റേണൽ എത്ര ദിവസം ഉറക്കൊളിച്ച് എഴുതിയതാ. എന്നിട്ട് ആ തള്ള കറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഫുഡ് പോലും കഴിക്കാണ്ട് വീണ്ടും എഴുതിയതാ. അതാ ബലാലെടുത്ത് എറിഞ്ഞത്. വ്യക്തമായ ഒരു മുഖം ലൈലയുടെ മനസ്സിൽ വന്നില്ലെങ്കിൽ കൂടെ ദേഷ്യത്തിൽ അവളുടെ മുഖച്ചു വന്നു. പുറകിൽ നിന്ന് സിയ കാണുന്ന ചെളി പിടിച്ച് നനഞ്ഞു കുതിർന്ന റെക്കോർഡ് കയ്യിൽ പിടിച്ച് അതിലേക്ക് ഉറ്റുനോക്കുന്നവളെയാണ്. ലൈലു, ഏതവനടിയാ നായി? ലൈല ബാക്കി പൂർത്തിയാക്കും മുമ്പേ സിയ അവിടെ വാപുത്തി. എടി, നിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലാവും. നീ ആദ്യം മഴയത്ത് നിന്ന് വാ. ഇനി നിന്നാ പനിടിക്കും. വാ ലൈലു. വീണ്ടും എന്തോ പറയാമെന്ന് അവിടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സിയ അവിടെ ഡിപ്പാർട്ട്മെന്റ് ലക്ഷ്യം വെച്ച് നടന്നു. എന്റെ ലൈലു, നീ ഒന്ന് സമാധാനിക്ക്. ഇപ്പൊ നിനക്ക് അവൻ ആരാന്നറിയണ്ടേ? അതാണ് കൈസ്. മുഴുവൻ പേരെന്തോ ഈഷാൻ കൈസ് മുബാർക്ക് എന്തോ ആണ്. എന്തായാലും തേടിയറ. അവനായിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ ചെയർമാൻ. അവനിവിടെ നല്ല പിടിപാടാ. നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാ കൂടൂല മോളെ. സിയ പറഞ്ഞു. ലൈല അവളെ തറപ്പിച്ചെന്ന് നോക്കി. പിന്നെ ഒന്നും പറയാതെ നേരെ പ്രിൻസിയുടെ ഓഫീസ് ലക്ഷ്യം വെച്ച ഒരൊറ്റ നടത്തമായിരുന്നു. അവളുടെ പോക്കാണ്. തലയിൽ കൈയും വെച്ച് സിയ അവളുടെ പുറകെ പോയി. പിന്നെ എല്ലാം ചടപടേന്നായിരുന്നു. അവളുടെ ഫോണിലെ വീഡിയോ പ്രിൻസിയെ കാണിച്ചു കൊടുത്തു. സിയക്ക് പിന്നെ ഒട്ടുമിക്കവരെയും പേരറിയുന്നതുകൊണ്ട് ആളെ തിരിച്ചറിയാൻ വലിയ പാടില്ലായിരുന്നു. പ്രിൻസിക്ക് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ ഉത്സാഹക്കുറവ് തോന്നിയോണ്ട് തന്നെ ലൈലയുടെ വക നല്ല പുഷുണ്ടായിരുന്നു. പിന്നെ അറിഞ്ഞ് രണ്ട് ടീമിന് ഒരു വീക്ക് സസ്പെൻഷൻ കിട്ടിയെന്നാണ്. അതൊന്നും ആസ്വദിക്കാൻ പോലും പറ്റാതെ ലൈലക്കും സിയക്കും പനി പിടിച്ചിരുന്നു. അവർ രണ്ടും ഇല്ലാത്തതുകൊണ്ട് തന്നെ മിന്നയും പോയിട്ടില്ല. 2 ദിവസം കഴിഞ്ഞതും 3 കോളേജിലേക്ക് വന്നു. അന്ന് തേർഡ് ഇയേഴ്സ് കുറേ എണ്ണം വന്ന് ലൈലയെ കൂട്ടിക്കൊണ്ടുപോയി. പുട്ടിന് പീരായെന്ന പോലെ സിയും മിന്നയും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് അവർക്ക് പുറകെ പോയി. ലൈലയേക്കാൾ ടെൻഷൻ മിന്നയുടെ മുഖത്തായിരുന്നു. സിയ പിന്നെ എല്ലാവരെയും മിന്നയ്ക്ക് കാണിച്ചു കൊടുക്കുക. കൂടെ തന്നെ അവരുടെ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കഥാനായികയുടെ കാര്യമാണെങ്കിൽ ഒരു കൂസലില്ലാതെ അവരുടെ കൂടെ നടക്കുകയാണ്. അവള് നേരെ കൊണ്ടുപോയത് ക്യാൻറ്റീനിലാണ്. തേർഡ് ഇയേഴ്സിന്റെ ഒരുവിധം കളിയൊക്കെ അവിടെ വെച്ചാണ്. ക്യാൻറ്റീനിലാണെങ്കിൽ അവർക്ക് സൗകര്യമാണ്. എന്താ നിന്റെ പേര്? ഓ, അപ്പൊ പേരറിയാത്തോണ്ടാണോ? ആരാ ലൈല എന്ന് ചോദിച്ച് ക്ലാസ്സിലേക്ക് വന്ന്. എനിവേ, എന്റെ പേര് ലൈല കരി. കൂട്ടത്തിലൊരു സീനിയർ ചോദിച്ചോ പുച്ഛത്തോടെ ലൈല പറഞ്ഞു. അവളുടെ മറുപടി അവിടെയുള്ള എല്ലാവരെയും ഒരുപോലെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്ന് മുഖം കണ്ടാൽ അറിയാം. ലൈലക്കാണെങ്കിൽ പ്രാന്താണ്. ഇന്ന് മാമിനോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞെങ്കിലും ഇതൊക്കെ തന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നും ഇന്റേണൽ കട്ട് ചെയ്യുന്ന ഒരു മുഖത്തൂങ്ങി പറഞ്ഞു. അതിന്റെ ദേഷ്യമാണ് ഇവരോട് തീർക്കുന്നത്. പിന്നെ തന്നെ സൽക്കരിക്കാനെന്നല്ല വിളിച്ചു വരുത്തിയെന്ന് അവൾക്കും അറിയാം. അധികം താഴ്ന്നു കൊടുത്ത മണ്ടയിൽ കയറി ചെണ്ട കൊട്ടും. എന്താണ് മോളെ, അഹങ്കാരം സീനിയേഴ്സിനോടാണോ? നീ ആരാന്നാണ് നിന്റെ വിചാരം? ഈ കൈസൊന്ന് വിചാരിച്ചാൽ നിന്നെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കാൻ വലിയ പാടൊന്നുമില്ല. എങ്കിലും ആരോട് അങ്ങ് വിചാരിക്കാൻ പറ. ഇതെന്താ അവന്റെ ഉപ്പാന്റെ കോളേജാണോ? ആദ്യത്തെ ഡയലോഗ് ഉറക്കെ പറഞ്ഞെങ്കിലും രണ്ടാമത്തേത് ആത്മ പറഞ്ഞാണ്. ആണ്, എന്റെ ഉപ്പാന്റെ കോളേജ് തന്നെയാ. രഹസ്യം പോലെ തന്നെ ചെവിക്കരികിൽ നിന്നൊരു ശബ്ദം കേട്ടതും ലൈല ഞെട്ടിക്കൊണ്ട് സൈഡിലേക്ക് നോക്കി. ആദ്യം തന്നെ അവളുടെ കണ്ണിലുടക്കിയത് ഒരു ജോഡി ചെമ്പൻ കണ്ണുകളായിരുന്നു. ആദ്യമായി അത്രയും അടുത്ത് കണ്ട ആ കണ്ണുകൾ അവളിൽ വല്ലാത്തൊരു കൗതുകം നിറച്ചു. അവന്റെ നോട്ടവും അവളുടെ കണ്ണിൽ തന്നെയാണ്. ഒരുമാതിരി ആത്മാവ് പിടിച്ചടക്കും പോലെ ഒരു നോട്ടം. അധിക സമയം ലൈലക്കും ആ നോട്ടം നേരിടാൻ കഴിഞ്ഞില്ല. അവൾ തലയിരിച്ചുകൊണ്ട് മുന്നിലിരിക്കുന്നവരിലേക്ക് നോട്ടം പായിച്ചു. ഒരു നിമിഷം കഴിഞ്ഞാണ് ലൈലക്ക് അവൻ പറഞ്ഞ് പ്രോസസ് ആയത്. വെയിറ്റ്, അപ്പൊ ഇതാണ് കൈസ്? യാ കുതാ, ഇത് ഓന്റെ കോളേജാ? അപ്പൊ ഞാൻ പറഞ്ഞ കേട്ടോ? ഒന്നും ഞെട്ടിയെങ്കിലും അതിന്റെ യാതൊരു ഭാവം മുഖത്ത് വരുത്താതെ ലൈല മുന്നിലുള്ളവരെ തന്നെ നോക്കി. എന്തിനാ എന്നെ വിളിച്ച്? കാര്യം പറഞ്ഞ് എനിക്ക് പോവായിരുന്നു. നിന്റെ കൂട്ടത്തിൽ ഒരുവൻ ദേഷ്യത്തോടെന്തോ പറയാമെന്നും അവിടെ കൈസിന്റെ ശബ്ദം ഉയർന്നു. ലീവ്. ലൈല വിശ്വാസം വരാത്ത പോലെ അവന്റെ മുഖത്തേക്ക് നോക്കി. പനി പിടിച്ച് കിടപ്പാണെങ്കിൽ കൂടെ ഈ 2 ദിവസം കേട്ട സിയയുടെ കൈസ് പുരാണം വെച്ച് ഇങ്ങനെയൊന്നുമല്ല നടക്കേണ്ടത്. അവൾ ചുറ്റുമുള്ളവരെ നോക്കിയപ്പോൾ എല്ലാവരുടെ മുഖത്ത് അവിശ്വസനീയതയാണ്. കാൺ യു ഹിയർ മീ?
ജസ്റ്റ് ലീവ്. കടുപ്പിച്ച് പറയുന്നവനെ കാണെ ഇതെന്ത് കൂത്തിയെന്ന് ഉള്ളാലോർത്തുകൊണ്ട് ലൈലയും ക്യാൻറ്റീനിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നെയാണ് ലൈലക്ക് കാര്യം കത്തിയത്. അന്ന് പ്രിൻസി എന്തിനാണ് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ ഇത്ര മടി കാണിച്ചതെന്ന്. അന്ന് ആ വീഡിയോ കയ്യിലുള്ളതുകൊണ്ട് മാത്രമാണ് ഒരാഴ്ചയെങ്കിലും അവർക്ക് സസ്പെൻഷൻ കൊടുത്ത്. ലൈലയെ പോലെ തന്നെ ഇത് കൈസിന്റെ കോളേജാണെന്ന് സിയക്കും മിന്നക്കും അറിയില്ലായിരുന്നു. എന്തായാലും സസ്പെൻഷൻ കിട്ടിയെങ്കിലും കൈസ് എപ്പോഴും കോളേജിൽ വരികയായിരുന്നു. സ്വന്തം കോളേജല്ലേ, എന്തും കാണിക്കാലോ. പിന്നെ കൈസ് അന്നൊന്നും പറയാതിരുന്നുകൊണ്ട് തന്നെ അതൊക്കെ അവിടെ കഴിഞ്ഞെന്നാണ് ലൈല കരുതിയത്. 1-2 ആഴ്ച സാധാരണ പോലെ തന്നെ കഴിഞ്ഞു പോയി. അതിനുശേഷമാണ് കൈസിന്റെ കൂടെയുള്ളവരെ കൊണ്ട് ലൈലക്ക് പണി കിട്ടാൻ തുടങ്ങിയത്. പിന്നെ ഈ 2 കൊല്ലത്തിനിടയിൽ ലൈലക്കും അതൊരു ശീലമായി. പറ്റുന്ന പോലെ അവളും തിരിച്ചു പണി. ഇപ്പൊ കൈസ് അവിടെ PG സെക്കൻഡ് ഇയർ ആണ്, ലൈല 3rd ഇയറും. എന്തൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴായിരുന്നു അബൂക ചൂട് ബിരിയാണി മുന്നിൽ കൊണ്ടുവച്ച്. പിന്നെ 3 പേരും തീറ്റ തുടങ്ങി. എന്നാലും എന്റെ ലൈല, നിന്റെ കാര്യം കഷ്ടം തന്നെ. ആമാര് തരുന്ന പണിയൊന്നും പോരായിട്ട് ഇപ്പൊ ആ പാട്ടും ട്രെൻഡിങ് ആയത്. ഇതാണ് വിധിയെന്ന് പറയുന്നത്. അല്ലെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. കൊല്ലങ്ങൾക്ക് മുമ്പേ കൈസിന്റെ വീട്ടുകാർക്ക് അവന് കൈസ് എന്ന് തന്നെ പേരിടാനും ഇവളുടെ ഉപ്പാക്ക് ഇവളുടെ വല്യമാന്റെ പേര് വിളിക്കിടാൻ തോന്നിയത് ഒരു വിധിയല്ലേ. അതുപോലെ ഷാഫിക്കാക്ക് എന്തൊക്കെ പേരിട്ട് ആൽബം ചെയ്യായിരുന്നു. എന്നിട്ട് അങ്ങേര് ലൈലാന്റെയും കൈസിന്റെയും പേരിട്ട് ആൽബം ചെയ്ത്. ഇതാണ് മോളെ ഡെസ്റ്റിനി. രണ്ടിനി ഒരു അക്ഷരം വേണ്ടിയ സത്യമായിട്ട് ഈ ലൈമ ഞാൻ മണ്ടയിൽ ഒഴിക്കും. ഓടൊരു ഡെസ്റ്റിനി. ഇടത്തെ കൈകൊണ്ട് ലൈം ജ്യൂസിന്റെ ഗ്ലാസ് ഉയർത്തി പറയുന്നവളെ കാണെ മിന്നയും സിയും പിന്നെ ഒന്നും പറഞ്ഞില്ല. കുട്ടിക്ക് ദേഷ്യം വന്നാൽ മുന്നും പിന്നുണ്ടാവില്ല. എന്തിനാ വെറുതെ. എന്താടി അവിടെ തന്നെ നിന്ന് കളഞ്ഞ്? നിനക്ക് മനസ്സിലായില്ലേ, അത് ലൈലുവിന്റെ കൈസിന്റെ വണ്ടിയാ. മിന്നുവിന്റെ സംശയത്തിന് സി ഒരു ആകെ ചിരിയോടെയാണ് മറുപടി കൊടുത്ത്. വേറൊന്നുമില്ല, കോളേജ് കഴിഞ്ഞ് 3 ആളും പാർക്കിങ്ങിൽ വന്നാണ്. ലൈലക്കും സിയക്കും വണ്ടിയുണ്ട്. മിന്ന പിന്നെ സിയുടെ റൂട്ടിലായതുകൊണ്ട് അവളുടെ കൂടെ പോകും. ലൈലു എന്താടി ഉള്ള ബോധം പോയോ? മിന്ന അവൾ കുലുക്കി വിളിച്ചപ്പോഴാണ് ചിന്തയിലേക്കാണ്ട് ലൈലക്ക് ബോധം വന്ന്. എന്തോർത്തെന്ന പോലെ അവളുടെ മുഖത്തൊരു ലുട്ടാപ്പി ചിരിയുണ്ട്. ലൈലയുടെ കണ്ണുകൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഇല്ല, ആരുമില്ല. അല്ലെങ്കിൽ തന്നെ കോളേജ് വിട്ടവൾ ആരും വീട്ടിലേക്ക് പോയില്ല. ഇവർ തന്നെ പോകുന്ന ലൈലക്ക് അവളുടെ കസിൻ നെച്ചുവിന്റെ എൻഗേജ്മെന്റ് ഡ്രസ്സ് എടുക്കാനുള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരു കാര്യമില്ല, വെറുതെ തിരിഞ്ഞു കളിച്ച് ഒരു നേരമായാലേ പോവുള്ളൂ. ലൈലയുടെ നോട്ടം വീണ്ടും കൈസിന്റെ പടക്കുതിരയിലേക്ക് നീണ്ടു. അവളുടെ മനസ്സിൽ കഴിഞ്ഞ വ്യാഴത്തിലെ ഫ്ലാഷ് ബാക്ക് കത്തി. സിപ്പപ്പിൽ അവസാനത്തുള്ളിയും വലിച്ചു കുടിച്ച് പാർക്കിങ്ങിലേക്ക് നടന്നു വരികയായിരുന്നു ലൈലയും ടീമും. അപ്പോഴാണ് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ കൈസും ടീംസും വരുന്നുണ്ട്. എപ്പോഴത്തെയും പോലെ കൈസ് ആറ്റിറ്റ്യൂഡും ഇട്ട് നടക്കുകയാണ്. അവന്റെ കൂടെ എല്ലാത്തിന്റെയും മുഖത്ത് ആസ് യൂഷ്വൽ ആക്കി ചിരിയാണ്. കൂടാതെ അവളെ കാണുമ്പോൾ പാടുന്ന 2 വരികളും ലൈല ലൈല തു മേരെ സപ്നേ തുടങ്ങി. മറ്റു ഉമ്മാറ്റൊരു ലൈല ലൈല. പല്ലും കടിച്ച് പാർക്കിങ്ങിലേക്ക് പോയവളെ കാത്ത് അവളുടെ സ്കൂട്ടിയുടെ പഞ്ചറായ ടയറായിരുന്നു. രാവിലെ വരെ ഒരു കുഴപ്പമില്ലാതിരുന്ന ടയറിന് ഇപ്പൊ ഇതെന്ത് പറ്റിയെന്ന് മനസ്സിലാക്കാൻ ലൈലക്ക് കൂലങ്കുഷമായിട്ടൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. കള്ള പടുവ, ഇവനെ കൊണ്ട് വലിയ ശല്യാലോ. ദേഷ്യത്തോടന്ന് നിലത്തേക്ക് ആഞ്ഞു ചവിട്ടി അലറുമ്പോൾ ലൈല അന്നേ മനസ്സിൽ കണ്ടതാണ് ഒരു പ്രതികാരം. കിട്ടിയതിന് മുതലും പലിശ അടക്കം തിരികെ കൊടുത്തില്ലെങ്കിൽ ലൈല ലൈല അല്ലാതാവണം. ഇന്നാണെങ്കിൽ പടച്ചോ അറിഞ്ഞൊരു അവസരം തന്നാ ഇത് വേണ്ടെന്ന് വെക്കാനാവില്ല. ലൈലയുടെ സ്കൂട്ടിയുടെ ടയർ പഞ്ചറാക്കിയതിന് പ്രതികാരമായി കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ലൈല അവന്റെ ബുള്ളറ്റിന്റെ 2 ടയറും പഞ്ചറാക്കി. കൂടാതെ ചവച്ചുകൊണ്ടിരുന്ന ബബിൾഗം കൂടെയുള്ള വേട്ടാവളിയുമായിട്ട് വണ്ടിയിൽ ഉരച്ചു കൊടുത്തു. അവളെ സഹായിക്കാൻ സിയും മിന്നയും കൂട്ടിന് കൂടി. അല്ല പിന്നെ നൻപൻ ഉയിര്. പക്ഷെ ആ നൻപി നാളെ വരില്ലെന്ന കാര്യം രണ്ടും മറന്നോ എന്തോ. നാളെ കഴിഞ്ഞ് 2 ദിവസം സാറ്റർഡേയും സൺഡേയും ലീവാണ്. കിട്ടുന്ന പണിയൊക്കെ ചൂടോടെ മേടിച്ചു കൂട്ട്, അല്ലാതെ എന്താ. ലൈലു ഈ മാറ്റിയോ? ദേ മാമി വിളിക്കുന്നുണ്ട് കേട്ടോ. ആവുമ്മ വരുന്നു. കണ്ണാടിയിൽ ഒരിക്കൽ കൂടെ നോക്കി എല്ലാം ഓക്കെ അല്ലേ എന്ന് അവൾ ഉറപ്പുവരുത്തി. വൈൻ റെഡ് കളറിൽ ഗോൾഡൻ സ്റ്റോൺ വർക്ക് വരുന്ന ഒരു പാകിസ്ഥാനി സ്യൂട്ടാണ് ലൈലയുടെ വേഷം. അതിന് മാച്ചിങ് ആവുന്ന ഹെവി ഏണിങ്സ് വെളിയിൽ കാണുന്ന പോലെയാണ് ഷിമ്മർ ഹിജാബ് റോൾ ചെയ്തത്. ദുപ്പട്ട ഒരു തോളിലായി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ണിലായി നീട്ടി ഐലൈനർ കൊണ്ട് വരഞ്ഞിട്ടുണ്ട്. കവിളത്ത് കുറച്ച് ബ്ലഷും ചുണ്ടിലായി ന്യൂഡ് പിങ്ക് ലിപ്സ്റ്റിക്കിന് മീതെ ലിപ് ഗ്ലോസുമാണ് അവിടെ മേക്കപ്പ്. ഓവർ ആയോ? ഏയ് നെച്ചുവിന്റെ പരിപാടിക്ക് ഒരുങ്ങില്ലേ പിന്നെ ഞാൻ എപ്പോ ഒരുങ്ങാനാ? സ്വയമേ പറഞ്ഞുകൊണ്ട് ഹീലും കയ്യിൽ പിടിച്ചുകൊണ്ട് താഴേക്ക് നടന്നു. അവളെ കണ്ടത് ഉമ്മാന്റെ മുഖം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ആ ചുരിദാർ എടുത്തു വന്നപ്പോ ഉമ്മാക്ക് വലിയ പിടിയുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇട്ടപ്പോ കുഴപ്പമില്ല, അവൾക്ക് നന്നായി ചേരുന്നുണ്ട്. പോവാ, ഉപ്പ വിളിച്ചിരുന്നു. നെച്ചു നിന്നെ നോക്കി അവിടെ ഇരിക്കുക. അവളെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞോ? നടക്കുന്നിടയിൽ ഉമ്മയും മോൾ എന്തൊക്കെയോ സംസാരിക്കുകയാണ്. ലൈലയുടെ വീട്ടിൽ നിന്ന് 2 മിനിറ്റ് നടന്ന നെച്ചുവിന്റെ വീടെത്തും. ഇത്രയും സമയം ലൈല അവിടെ തന്നെയായിരുന്നു. പിന്നെ നെച്ചു പറഞ്ഞാണ് അവളോട് മാറ്റി വരാൻ, എന്നാലേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. മാഷാല്ലാ, നല്ല രസമുണ്ട്. താങ്ക് യു താങ്ക് യു. നെച്ചുവിനെ കണ്ടത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചോണ്ട് ലൈല പറഞ്ഞു. ഇനിയെങ്കിലും നിന്റെ ചെറുക്കന്റെ പിക്ക് കാണിച്ചാ നെച്ചു? ഇല്ല മോളെ, ഒരു 5 മിനിറ്റ് വെയിറ്റ്, ആളെ നേരിട്ട് കാണാം. നെച്ചു പറഞ്ഞിരുന്ന അവര് വന്നു എന്ന് ഏതോ അമ്മായി പറയുന്ന കേട്ടു. നെച്ചുവിനാണെങ്കിൽ ഇതുവരെ ഇല്ലാത്തൊരു വിറയിലും ടെൻഷനും. അതുകൊണ്ട് തന്നെ ലൈല അവളുടെ കൂടെ തന്നെയായിരുന്നു. പിന്നെ ഗ്രൂമിന്റെ സൈഡിൽ നിന്ന് കുറെ സ്ത്രീകൾ വന്ന് നെച്ചുവിനെ കൊണ്ടുപോയി.
തന്റെ കൂടെ വരാൻ നെച്ച് കുറെ കണ്ണു കാണിച്ച് ലൈലയോട് പറഞ്ഞെങ്കിലും ലൈലക്ക് കുറവായതുകൊണ്ട് പോയില്ല. ഹാളിൽ നിറയെ അവരുടെ ആൾക്കാരും കുടുംബക്കാരും നിറഞ്ഞുകൊണ്ട് ലൈല താഴെ പോകാതെ സ്റ്റെയറിംഗിൽ നിന്നായിരുന്നു ഒക്കെയും കണ്ടത്. വേറൊന്നും കൊണ്ടല്ല പോവാത്തത്, ചില അമ്മായിമാർക്ക് കല്യാണം കഴിക്കാതെ പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു ഇളക്കം കൂടുതലാണ്. അവരുടെ മുന്നിലെങ്ങാനും പെട്ട പോലെയാണ്. വെറുതെ എന്തിനാ നല്ല ദിവസമായിട്ട് മൂട് കളയുന്നത്. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതും എല്ലാവരും പന്തലിൽ ഭക്ഷണം കഴിക്കാൻ പോയി. കുറച്ചു സമയം നച്ചുവിന്റെ റൂമിലിരുന്നതിന് ശേഷം ലൈല പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ താഴെ പോയിരുന്നു. ലൈലയും നെച്ചു അല്ലാതെ അവരുടെ പ്രണയത്തിൽ വേറെ കസിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലൈല തനിച്ചായിരുന്നു. എന്തൊക്കെ ആലോചിച്ച് സ്റ്റെപ്പ് ഇറങ്ങാൻ പോയപ്പോഴാണ് ദുപ്പട്ടിൽ ചവിട്ടി ലൈല വീഴാൻ പോയത്. പെട്ടെന്ന് അവൾ കൈ നീട്ടി പിടിച്ച് ആരുടെയോ ഷർട്ടിലായിരുന്നു. വീണില്ലല്ലോ എന്ന് ആലോചിച്ച് അടച്ച കണ്ണുകൾ തുറന്നപ്പോൾ കാണുന്നത് ഒരു ജോഡി ചെമ്പൻ കണ്ണുകളാണ്. ഒരു നിമിഷം നോട്ടമിടഞ്ഞെങ്കിലും ലൈല കണ്ണുകൾ വെട്ടിച്ചു മാറ്റി. പിന്നെയാണ് ആരുടെ ഷർട്ടിലാണ് താൻ പിടിച്ചിരിക്കുന്നത് ലൈലക്ക് ഓർമ്മ വന്ന്. ബാലൻസ് കിട്ടാതെയുള്ള ആ നിൽപ്പിലും അവളുടെ മനസ്സിൽ കണ്ട എല്ലാ ഹിന്ദി സീരിയൽ മുതൽ തുർക്കിഷ് ഡ്രാമ വരെ ഒന്ന് ഓടി. ഡോണ്ട് ടച്ച് മീ. കണ്ട സീനുകളൊക്കെയും വെച്ച് നോക്കുമ്പോൾ അടുത്തത് കൈസ് തന്റെ ഇടുപ്പിൽ പിടിക്കുമെന്നോർത്തി ലൈല പറഞ്ഞു. അതിന് നിന്നെ ആറ് ടച്ചാൻ വരുന്നു എന്ന മട്ടിൽ തന്നെ നോക്കുന്നവൻ അവഗണിച്ചുകൊണ്ട് ലൈല നേരെ നിൽക്കാൻ നോക്കിയതും നിലത്തേക്ക് മറിഞ്ഞതും ഒരുമിച്ചായിരുന്നു. ആ വീഴ്ചയിൽ ലൈല ശരിക്കും സ്വർഗം കണ്ടുപോയി. കണ്ണുകൾ തുറന്നു നോക്കിയെന്ന് ലൈല കാണുന്നത് നെഞ്ചും കാണിച്ചു നിൽക്കുന്ന കൈസിനെയാണ്. അവന്റെ മുഖമാണെങ്കിൽ നേരത്തെ പോലെ ശാന്തമല്ല, കണ്ണുകൾ ചെറുതായി ചുവക്കുന്നുമുണ്ട്. അയ്യേ, ഇവനെന്താ ബോഡി ഷോക്ക് വന്നാണോ ആലോചിച്ചുകൊണ്ട് കണ്ണുവത്താൻ പോയപ്പോഴാണ് കയ്യിലായി കാണുന്ന കാപ്പി തുണി അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിലാണെങ്കിൽ 2 ബട്ടൺസും ഉണ്ട്. ബോധം വന്ന പോലെ ലൈലാന്റെ നോട്ടം കൈസിന്റെ ഷർട്ടിലേക്കും കയ്യിലുള്ള തുണിയിലേക്കും മാറി മാറി നീണ്ടു. സുഭാഷ് എന്താന്ന് മനസ്സിലായില്ലല്ലേ? ലൈല വെറുതെ വീണൊന്നല്ല, പോകുമ്പോ കൈസിന്റെ ഷർട്ടിന്റെ ഒരു ഭാഗം കീറിക്കൊണ്ടാണ് പോയത്. അവൾ ആ ഇരിപ്പിൽ തന്നെ തലയിൽ കൈവച്ച് പോയി. യാ കുതാ, ഇവനെ നോട്ടം കണ്ട ഇവനിപ്പോ എന്നെ ബാൽക്കണിയിൽ നിന്ന് താഴെ ഇടുന്ന പോലെ ഉണ്ടല്ലോ. എൻ്റെ ഉമ്മയൊപ്പി അറിഞ്ഞ എന്നെ വെട്ടും. ഒന്നുകിൽ ഇവന്റെ കൈ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കൈ കൊണ്ട്. എന്തായാലും മയ്യത്താവുന്ന ഉറപ്പാ. ഒന്നാലോചിച്ചും താഴെ നിന്ന് നെച്ചുവിന്റെ നേരെ മേരെയുള്ള ഇക്കാക്ക നിജാദിന്റെ സൗണ്ട് കേട്ടു. ലൈല വേഗം കൈസിന്റെ കൈയും വലിച്ച് നിജാദിന്റെ റൂമിൽ കയറി വാതിൽ ചാരി. പ്ലീസ് ഒച്ച വെക്കരുത്, ഒരു ഷർട്ടല്ലേ. നമ്മുടെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയ എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നു. സോ അതിന്റെ പേരും പറഞ്ഞ് എന്തിനാ ഒരു വഴക്ക്? തനിക്ക് വിടാനൊരു ഷർട്ടല്ലേ വേണ്ടത്, ഞാനൊന്ന് തരാം. വെപ്രാളത്തോടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ലൈല നജാദിന്റെ ഡ്രസ്സുകളൊക്കെ നോക്കാൻ തുടങ്ങി. നജാദ് ഒരു വൃത്തിഭ്രാന്തനായതുകൊണ്ട് തന്നെ എല്ലാം നല്ല വൃത്തിക്ക് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവളുടെ നോട്ടം കൈസിന്റെ പാൻസിലേക്ക് പോയി. ഇട്ടിരിക്കുന്ന ബ്രൗൺ കളർ ഷർട്ട് മാച്ചാവുന്ന ബേജ് കളർ പാന്റാണ്. അവൾ വീണ്ടും നജാദിന്റെ വാർഡ്രോബിൽ നോക്കി. സെയിലായി വെച്ചുള്ള ഒരു വൈൻ റെഡ് ഷർട്ടിലേക്ക് അവിടെ നോട്ടം എത്തി. കഴിഞ്ഞ മാസം നജാദിന്റെ ബർത്ത്ഡേക്ക് അവൾ തന്നെ വാങ്ങിച്ചു കൊടുത്ത ഷർട്ടാണത്. അവനാണെങ്കിൽ അത് ഇതുവരെ ഇട്ടിട്ടുമില്ല. ലൈലയ്ക്ക് ചെറിയൊരു സങ്കടം തോന്നിയെങ്കിലും അതിനു പകരമായിട്ട് അവൻ 2 ഷർട്ട് മേടിച്ചു കൊടുക്കാന്നോർത്ത് വേഗ ആ ഷർട്ട് കൈസിന് നേരെ നീട്ടി. ഈ നേരം വരെ ഒരു അക്ഷരാമം പറഞ്ഞില്ലെങ്കിലും അവന്റെ നോട്ടം അത്രയും അവളുടെ മുഖത്താണ്. തൽക്കാലം ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. നെജിക്കാണ്ടിയാ, അവനിത് ഇതുവരെ ഇട്ടിട്ടില്ല. കണ്ണുകൾ ചുരുക്കി പറയുന്നവളെ കാണെ മറുത്തൊന്നും പറയാതെ അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. കൈസ ആ ഷർട്ടും വാങ്ങി ബാത്റൂമിൽ പോയി ചേഞ്ച് ചെയ്ത് വന്നു. പുറത്തേക്ക് ഇറങ്ങി വന്നവനെ ലൈലി ഒന്ന് അടിമുടി നോക്കി. കൊള്ളാം, മൊത്തത്തിലൊരു ആനച്ചന്തൊക്കെയുണ്ട്. പോവാം. പിന്നെ കൈസേ, അത് ഷർട്ട് എന്നാ മാറ്റിയെന്നാലും ചോദിച്ചാൽ എന്തു പറയും? ഒരു കുട്ടി പിശാശു വന്ന് ദേഹത്ത് വീണെന്നും അത് പോരായിട്ട് അവൾ എന്റെ ഷർട്ട് കീറിയെന്നും പറയും. കുറുക്കനെ പോലെ തന്നെ നോക്കുന്നവളെ കാണെ അരസമായി തന്നെ കൈസ് പറഞ്ഞു. കുട്ടി പിശാശ് നിന്റെ മറ്റവള് നോക്കേണ്ട ആത്മയാ. വല്ലതും പറഞ്ഞോ? ഞാനെന്ത് പറയാനാ? പിന്നെ കൈസേ, ഷർട്ടിൽ ജ്യൂസ് സ്റ്റെയിൻ ആയതുകൊണ്ട് ചേഞ്ച് ചെയ്തെന്ന് പറയോ? ഒന്നില്ലെങ്കിലും നമ്മളൊരു കോളേജിലല്ലേ പഠിക്കുന്നത്. സ്റ്റെപ്പ് ഇറങ്ങുന്നതിൽ മാക്സിമം പതപ്പിച്ചുകൊണ്ട് ലൈല ചോദിച്ചു. ആലോചിക്കാം. കൈസിന്റെ മറുപടി ലൈലയെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ കൂടെ അവൾ വാപൂട്ടി. ഇനിയും ഞൊടിഞ്ഞാൽ അവനെടുത്ത് അടിച്ചാലോ? അവൾക്ക് സംശയം ഇല്ലാതില്ല. താഴേക്ക് പോകുമ്പോഴാണ് ലൈല ശ്രദ്ധിച്ച് എല്ലാവരുടെയും നോട്ടം അവർക്ക് നേരെയാണ്. പല മുഖങ്ങളിലും പല ഭാവം. ഉദാഹരണത്തിന് നിച്ചുവിന്റെ മുഖത്തൊരു കള്ളച്ചിരി. ഇനി തൊട്ടപ്പുറം അവളുടെ ചെറുക്കൻ ഖസാലിയുടെ മുഖത്ത് അത്ഭുതം ആക്കി ചിരി. പിന്നെ ലൈലാന്റെ ഉമ്മാന്റെ വക തറപ്പിച്ച് നോട്ടാണ്. ഉപ്പാന്റെ മുഖത്ത് സംശയമാണ്. ഇനി നജാദിന്റെ കണ്ണുകൾ കൈസിന്റെ ഷർട്ടിലാണ്. നജാദിന്റെ മാത്രമല്ല, ചെറുക്കൻ വീട്ടുകാരിൽ മിക്കവരുടെയും കണ്ണ് കൈസിന്റെ ഷർട്ടിലാണ്. നെച്ചുവിന്റെ ആക്കിച്ചിനി മനസ്സിലാവാതെ ലൈല അവൾ നോക്കി പൊരികം പൊക്കി കാണിച്ചു. അപ്പൊ തന്നെ കണ്ണിന് എന്തോ ആക്ഷനും റിയാക്ഷനുമായി കിട്ടി. ഇവള് ഇതെന്ത് തേങ്ങയായി കാണിക്കുന്നത് എന്ന മട്ടിൽ ലൈല അവരെയും നോക്കി. അടിപൊളി, വെറുതെ ഉള്ള പോരാളി കണ്ണുരുട്ടുന്നു. 2 പേരുടെയും ഡ്രസ്സിങ് അത്രയ്ക്ക് മേച്ച. വൈൻ റെഡും ക്രീമും കൂടാതെ ഒരുമിച്ചാണ് നടക്കുന്നു. വേറെ വല്ല ഷർട്ടും കൊടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോ എരന്ന് വാങ്ങിയതുപോലെയായി. ആ നിമിഷം ലൈല ഒന്നും ചിന്തിക്കാതിരുന്നില്ല.
ഇനി മിസ്റ്റർ കൈസിന്റെ കാര്യമാണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന മട്ടിലാണ് നടത്തം. അസ്സലാമു അലൈക്കും. എല്ലാവരുടെയും നോട്ടം തന്നിലേക്കാണെന്ന് അറിയുന്നുണ്ട് ലൈല സ്വീറ്റ് വോയിസിൽ കൂട്ടത്തിൽ പ്രായമുള്ള ഒരു ഉമ്മാനോട് സലാം പറഞ്ഞു. വാലൈക്കും അസ്സലാം. മോള്? എന്റെ മോളാ, നിങ്ങളുടെ കോളേജിൽ തന്നെയാ പഠിക്കുന്നത്, ഇപ്പൊ തേർഡ് ഇയറാ. സിദ്ദീഖ് ഒരു ചെറിയോടെ പറഞ്ഞു. ആണോ? എന്താ മോളുടെ പേര്? ലൈല. മോൾക്ക് കൈസിനെ അറിയോ? നിങ്ങളൊരു കോളേജിലല്ലേ? മുമ്പ് കണ്ടിട്ടുണ്ടാവനെ? ആട്യത്വം തുളുമ്പുന്ന ആ ഉമ്മുമ്മയെ എന്തോ ലൈലക്ക് ഇഷ്ടമായി. അവളൊരു ചിരിയാൽ അവർക്കുള്ള മറുപടി നൽകി. ആ, 1-2 തവണ കണ്ടിട്ടുണ്ട്. കൈസന്റെ സീനിയറാ. അത് പറയുമ്പോൾ മാത്രം അവളുടെ മുഖത്ത് എന്തിനോ ഒരു കള്ളത്തരം നിറഞ്ഞിരുന്നു. അതാരും ശ്രദ്ധിച്ചില്ലെങ്കിലും കൈസും നെച്ചും നന്നായി മനസ്സിലാക്കിയിരുന്നു. അല്ല കൈസേ, നീ ഈ ഷർട്ട് അല്ലായിരുന്നല്ലോ വരുമ്പെട്ടത്, ഇതേതാ പുതിയൊരെണ്ണം? നേരത്തെ കസാലിയുടെ ഉമ്മ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ സ്ത്രീ കൈസിന് നേരെ തിരിഞ്ഞോണ്ട് ചോദിച്ചു. ലൈല അടക്കം എല്ലാവരുടെയും നോട്ടം കൈസിലായി. ലൈലയുടെ കണ്ണിൽ പല ഭാവങ്ങളും മിന്നിമായിന്ന് കാണെ കൈസിന്റെ ചുണ്ടിന്റെ കോണിൽ വിരിയാൻ മടിച്ചൊരു പുഞ്ചിരി രൂപം കൊണ്ടു. അതുമ്മ ഒരാൻറ്റി ജ്യൂസ് ഉണ്ടെന്നപ്പോ എന്റെ ഷർട്ടിലായി. കഴുകിയപ്പോൾ സ്റ്റെയിനും പോയില്ല. അപ്പോഴാ ലൈലയെ കണ്ട്. അവള് ബാബിയുടെ ബ്രദറിന്റെ ഷർട്ട് എടുത്ത് തന്നു. ലൈലയുടെ മുഖത്തേക്ക് ഉറ്റുനോയിക്കൊണ്ട് പറയുന്നവനെ കാണെ എല്ലാവരും എന്തൊക്കെയോ ഒരു സംശയം പോലെ. മറിച്ച് ലൈലക്കാണെങ്കിൽ അവൻ അവളെ സഹായിച്ചതിന്റെ നന്ദിയാണ്. ലൈല കൈസിനെ നോക്കി മുഖം തിരിച്ചും കാണുന്നത് അവളെ തറപ്പിച്ചു നോക്കുന്ന നജാദിനെയാണ്. അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ലൈല ഒന്ന് വിളിച്ചു കൊടുത്തു. എന്നാൽ കൈസിന്റെ വല്യമ്മയുടെ നോട്ടം അത്രയും ലൈലയിൽ തന്നെയായിരുന്നു. അവളുടെ ചേഷ്ടകളൊക്കെ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കൂടാതെ കൈസിന്റെ കണ്ണിൽ അവളെ കാണുമ്പോഴുള്ള തെളിച്ചം അവരുടെ ചുണ്ടിലൊരു ചിരി സൃഷ്ടിച്ചു. പിന്നെ കുറച്ച് സമയം അവരെല്ലാവരും തമ്മിൽ സംസാരത്തിലായിരുന്നു. എല്ലാവരും അത്യാവശ്യം ചില്ലു വൈബായതുകൊണ്ട് പരസ്പരം കണക്ട് ആവാൻ വലിയ പ്രയാസമൊന്നുമില്ലായിരുന്നു. അവർ പോകുന്നവരെ നെച്ചുവിന്റെ കണ്ണുകൾ കൈസിനും ലൈലക്കും നേരെ തന്നെ ആയിരുന്നു. അവർ പോയതിനു ശേഷമാണ് ലൈല പിന്നെ ഫുഡൊക്കെ കഴിച്ച്. നിന്റെ ചെറുക്കിനും കൈസും തമ്മിൽ എന്താ അടിബന്ധം? എന്തി ആ നിന്റെ കൈസ് പറഞ്ഞു തന്നില്ലേ? വിരലിലായി പറ്റിപ്പിടിച്ച ഗാലക്സി നുണഞ്ഞോട് ചോദിച്ചു. എന്റെ കൈസോ? ഏതു വകയില്? നിനക്കെന്താ വട്ടായോ വെച്ചു? കണ്ണടച്ച് പാല് കുടിക്കലേ മോളെ ലൈലു. കൈസും ടീമും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് നീ എന്റെ ശ്രദ്ധ തിരിച്ചല്ലേ? എന്നിട്ട് എന്താ ഒരു പൊലിവ്, മാച്ചിങ് ഔട്ട്ഫിറ്റും പിന്നെ ഒളി കണ്ടിട്ടുള്ള നോട്ടോ. നെച്ചു സത്യമായിട്ട് നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കറിയില്ല കോളേജിലെ കാര്യങ്ങളൊക്കെ. പിന്നെ നിന്റെ തലയിലെ മാച്ചിങ് ഔട്ട്ഫിറ്റ്. പിന്നെ ലൈല നടന്നോക്കി നല്ല വെടിപ്പിൽ വിശദീകരിച്ചു കൊടുത്തു. ഒക്കെ കേട്ടത് നെച്ചു ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ഓ, ഞാൻ കരുതി നിങ്ങൾ തമ്മിൽ വല്ലതും കാണുന്നു, അതാ ഞാനൊന്ന് എറിഞ്ഞു നോക്കിയത്. അവിടെ ഒരു ഏറ്. എന്റെ ലൈലു, ഞാൻ പറയുന്ന നീ ഒന്ന് സമാധാനത്തിൽ കേൾക്കണം. കാര്യം ഞാനും നീ തമ്മിൽ 3 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ ചെറുപ്പം മുതൽ ഒന്നിച്ചല്ലേ. തൊട്ടടുത്ത് തന്നെ വീടായതുകൊണ്ട് നമ്മളെപ്പോഴും കാണുകയും ചെയ്യും. ഇനിയിപ്പോൾ 1-2 കൊല്ലം കഴിഞ്ഞാൽ എന്തായാലും ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പോകും. അപ്പോൾ എനിക്ക് നിന്നെ എന്തായാലും മിസ് ചെയ്യും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഭാഗ്യത്തിന് നമ്മളൊരു വീട്ടിൽ തന്നെ കല്യാണം കഴിച്ചു പോയാൽ എന്ത് നൈസായിരിക്കും അല്ലേ? ഫുൾ വൈബായിരിക്കും. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, കസാലിക്കൊരു അനിയനുണ്ട്, നിനക്കറിയുന്ന കൈസ്. നിങ്ങൾ തമ്മിൽ കെട്ടി എന്ത് അടിപൊളിയായിരിക്കും. പിന്നെ കല്യാണം കഴിഞ്ഞാലും നമ്മൾ എന്നും ഒന്നിച്ച് ഗേൾസ് ട്രിപ്പും ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും. നിനക്ക് ഓക്കെ അല്ലേടാ? ഒരു എസ്സേ പോലെ തഞ്ചത്തിൽ നെച്ചു പറഞ്ഞു നിർത്തിയപ്പോൾ ഈ വെളി ഇതെന്ത് തേങ്ങയാടാ പറയുന്നേ എന്ന മട്ടിൽ നോക്കിയാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ലൈലക്കൊക്കെ കത്തിയത്. പിന്നെ അവിടെ നടന്ന ചരിത്രം. മോളെ ലൈലു, നീ ഒന്ന് കൺഫെഷൻ പേജ് ഒന്ന് എടുത്തു നോക്കിക്കേ. വന്നപാട് എഴുപിടി പറയുന്നവരെ കാണെ ലൈല ഇൻസ്റ്റയിൽ കയറി കൺഫെഷൻ പേജ് എടുത്തു. ഇത് അവരുടെ കോളേജിൽ പാരമ്പര്യമായി കൈമാറി വരുന്ന അക്കൗണ്ടാണ്. ഇതിൽ ഓരോരുത്തർക്കും സീക്രട്ടായി ഇഷ്ടം പറയാം. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പേര് പറഞ്ഞാൽ മതി. പക്ഷെ ആ അക്കൗണ്ടിൽ സീരിയസ് ആയിട്ട് കൺഫെഷൻ വരുന്നത് വളരെ റെയറാണ്. എല്ലാവരും വെറുതെ കളിയായി മാത്രമേ ഇടാറുള്ളൂ. ലൈല താത്ത സിംഗിളാണോ? ലൈല മോളെ എന്റെ പെണ്ണ. എന്റെ പെണ്ണിനെ ആരെങ്കിലും നോക്കിയാറുണ്ടല്ലോ. പ്രിയപ്പെട്ട എന്റെ ലൈലൂന് സുഖാണ് എന്റെ കൊച്ചിന്. ഫ്രൈഡേ എന്ത് പറ്റി കണ്ടില്ലല്ലോ? ഞാൻ ശരിക്കും മിസ് ചെയ്തു കേട്ടോ. ലൈലൂന് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? ഞാൻ എപ്പോഴും ഓർക്കും എൻ്റെ കൊച്ചിനെ പറ്റി. ഇനി വല്ലതും മറന്നുപോയെന്ന് ഓർത്ത് അലാറം വരെ വെച്ച് ഓർക്കാറുണ്ട്. എൻ്റെ ആത്മാർത്ഥമായ പ്രണയ ലൈലു മനസ്സിലാക്കി ലൈലുവിനെ തിരിച്ചു സ്നേഹിക്കണം. അതിനുവേണ്ടിയാണ് എൻ്റെ കാത്തിരിപ്പ് എന്ന് ലൈലുവിൻ്റെ മാത്രം വച്ചിരുന്നു. അങ്ങനെ ഒരുപാട് കേട്ട ക്രിഞ്ചടിച്ച് പല്ലു വിളിക്കുന്ന കുറേ കൺഫെഷൻസ്. ഇനിയും വായിക്കാൻ പറ്റാത്ത പോലെ ലൈലു ഫോൺ ഓഫ് ചെയ്തു. ഈ പട്ടികളെ കൊണ്ട് എന്താ ചെയ്യാ? എല്ലാവരും കണ്ടു കാണില്ലേ? ചെ, എൻ്റെ ഇമേജ് മുഴുവൻ ഡാമേജ് ആയി. അന്ന് അവരുടെ വണ്ടിക്കിട്ട് പണി കൊടുത്തതിന് തന്നാണ്. നീ ലീവായ വെള്ളി കൈസുമില്ലായിരുന്നു. അന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവന്മാർ അവിടെ ഉണ്ടായിരുന്നു. കഷ്ടകാലത്തിനാണെങ്കിൽ മിന്നേന്റെ പോക്കലിൽ നിന്ന് അവളുടെ ലിപ് ബാമും വീണു. അതാണെങ്കിൽ വീണ ആ കുരിപ്പ് അതിൻ്റെ മുമ്പിലും. അവൻ മാസമായിട്ട് അത് ചവിട്ടിയും കുരച്ചു. കുറച്ച് അവരോട് വഴക്കിട്ടെന്നെങ്കിലും പിന്നെ ഞങ്ങളത് വിട്ടു. പിന്നെ വൈകിട്ട് വന്ന് നോക്കുമ്പോഴാണെങ്കിൽ സ്കൂട്ടിയുടെ സീറ്റിൽ മഷിയാക്കിയിരിക്കുന്നു. ബ്ലാക്ക് ആയതുകൊണ്ട് കണ്ടില്ലായിരുന്നു. ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ യൂണിഫോമിൽ മഷിയായി. ഒരാളി കയ്യിലെടുത്ത് ഒറ്റ ഓടിക്കലായിരുന്നു. കഥ പറയും ലാഘവത്തിൽ സിയ പറഞ്ഞു നിർത്തുമ്പോൾ ലൈലയുടെ മുഖം വീർത്തു വന്നു. വെള്ളിയാഴ്ച അവന് ഹെൽപ്പ് ചെയ്തപ്പോൾ തോന്നിയ ചെറിയൊരു ഇംപ്രഷൻ പോലും ഇല്ലാതാവുമെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു.
ലൈലയെ തൊട്ടാൽ ലൈല സഹിക്കും, പക്ഷെ ലൈലയുടെ പിള്ളേരെ തൊട്ടാൽ ലൈല സഹിക്കുകയല്ല. നോയിക്കോ, ഇതിന് പ്രതികാരം ചെയ്തില്ല എന്റെ പേര് നിന്റെ പട്ടി കിട്ടോ. ലൈലു പറയുന്നുണ്ടൊന്നും വിചാരിക്കരുത്. ടൈലർ അടുത്ത ജോഡി യൂണിഫോം അടിച്ചിരുന്നവരെങ്കിലും നീ പടച്ചോനെ വിചാരിച്ചൊന്നും ചെയ്യരുത്. ഇനി ആകെ ഈ യൂണിഫോമേ ബാക്കിയുള്ളടി. കൈകൂപ്പിക്കൊണ്ട് മിന്ന പറഞ്ഞു. അതിനനുകൂലിച്ചുകൊണ്ട് സിയും തലയാട്ടി. അവരുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് തൽക്കാലം ലൈല അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്യാന്ന് വിചാരിച്ചു. അതുകൊണ്ട് മാത്രം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കൈസിനെയും ടീമിനെയും കാണെ കണ്ണുരുട്ടി പേടിപ്പിക്കലൊഴികെ ലൈലയുടെ ഭാഗത്തുനിന്ന് വലിയ റിയാക്ഷൻ ഒന്നും അവർക്ക് കിട്ടിയില്ല. ഗേറ്റ് കയറിയപ്പോഴാണ് കൈസ് ഷാമിലിന്റെ ബൈക്കിന്റെ പിറകിൽ വരുന്ന കണ്ട്. അവന്റെ കയ്യിലായി ബാൻഡേജും ചുറ്റിയിട്ടുണ്ട്. നെറ്റിയിലും ചെറിയൊരു മുറിവുണ്ട്. എന്ത് പറ്റിയതാവും? ലൈല പോലും അറിയാതെ അവിടെ നാവിൽ നിന്ന് പുറത്തു വന്നു. പിന്നെയാണ് പറഞ്ഞതെന്ന് അവൾക്ക് ബോധം വന്നു. വല്ലവർക്കും വല്ലവും പറ്റിയ തനിക്കെന്താ? കൂടെയുള്ള രണ്ടെണ്ണത്തിനെ നോക്കിയപ്പോൾ ഏതോ സീരീസിന്റെ കഥ പറയുകയാണ്. അന്ന് ലൈലയുടെ ചിന്തകളൊക്കെയും കൈസിനെയും അവന്റെ മുറിവുകളെയും ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു. ആ ചിന്തയിൽ മുന്നോട്ട് നടന്നവൾ എതിരെ വരുന്ന കൈസിനെ പോലും കണ്ടില്ല. നേരെ ചെന്ന് അവന്റെ നെഞ്ചത്ത് കയറിയിടിച്ചതും അതുപോലെ തന്നെ പുറകിലേക്ക് ലൈല മറിഞ്ഞു. ഇത്തവണയും വെറുതെ ഒന്നുമല്ല പോയത്. പക്ഷെ ഒരു വെറൈറ്റി കൈസിന്റെ ഷർട്ട് മാത്രമല്ല, കൈസിനെ കൂടെയാണ് കൊണ്ടുപോയത്. നിലത്തെ ടൈൽസിൽ ഇപ്പോൾ തലയടിക്കുന്ന കരുതി കണ്ണു മുറുക്കടച്ച് കിടന്നപ്പോഴാണ് ലൈലക്ക് തന്റെ തല അത്ര കട്ടിയുള്ളതിലല്ല അടിച്ചതെന്ന് മനസ്സിലായത്. കൂടാതെ തൊട്ടടുത്തായി അറിയുന്ന ഒരു ശരീരത്തിന്റെ ചൂടും. ലൈല ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നപ്പോൾ കാണുന്നത് ആ ചെമ്പൻ മിഴികൾ തന്നെയാണ്. എന്നാൽ എന്തോ ഇത്തവണ ലൈലക്ക് കണ്ണെടുക്കാൻ ഒട്ടും തോന്നിയില്ല. ആ മിഴികളുടെ ആഴമളക്കാൻ എന്ന വണ്ണം അവൾ ആ കണ്ണുകളിൽ നോട്ടമുറപ്പിച്ചു. കൈസ ഡാ ദേ ബ്ലഡ്. എടാ എണീക്കടാ. ലൈല നിനക്ക് വേദനിക്കുന്നില്ലേ? അവർ നല്ല വെയിറ്റ് ഇല്ലേ? എടി നിന്റെ കിളി പോയോ? കണ്ണും കണ്ണിട്ട് ഡുയേറ്റ് പിന്നെ പാടാം. ദേ കൈസിന്റെ കയ്യിൽ നിന്ന് ചോര വരുന്നു. ചുറ്റിലുള്ളതൊക്കെ ഒരു മായ പോലെ. താളം തെറ്റിമിടിക്കുന്ന അവന്റെ ഹൃദയമിടിപ്പല്ലാതെ ലൈല ഒന്നും കേൾക്കുന്നില്ല. അവന്റെ ആ ചെമ്പൻ കണ്ണുകളല്ലാതെ ഒന്നും കാണുന്നില്ല. മുഖത്തേക്ക് വീഴുന്ന അവന്റെ നിശ്വാസങ്ങളല്ലാതെ അവളൊന്നും അറിയുന്നില്ല. പെട്ടെന്നാണ് ആരോ വന്ന് കൈസിനെ പിടിച്ചെണീപ്പിച്ച്. ലൈലയും ഏതോ ലോപ്പിൽ നിന്ന് എണീറ്റ പോലെ പിടഞ്ഞെണീക്കുന്നുണ്ട്. അവിടെ ഇരുവശവും നിന്ന് സിയും മിന്നെയും ഫുൾ ബോഡി സ്കാൻ ചെയ്യുന്നുണ്ട്. വല്ലതും ചതഞ്ഞോ എന്നറിയണ്ടേ? ഒന്നില്ലെങ്കിലും 6 അടി പൊക്കത്തിൽ ബോഡി മുഴുവൻ ഉരുട്ടിക്കയറ്റി നടക്കുന്നവനല്ലേ ഈ 5.5 അടിയുള്ളവളുടെ ദേഹത്ത് വീണത്. അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടത് 3 പേരുടെയും നോട്ടം കൈസിലേക്കായി. അവന് കെട്ടിവെച്ച കൈയാണ് ലൈലയുടെ തലയുടെ അടിയിൽ കൈസ് വെച്ചിരുന്നത്. ആ ഉള്ളം കൈയിലായി കെട്ടിയിട്ടുള്ള ഭാഗത്ത് രക്തത്തിൽ കുതിർന്നിട്ടുണ്ട്. ലൈലയുടെ മുഖത്ത് എന്തിനോ ഒരു ആധി നിറഞ്ഞു. കൈസാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഭാവമില്ലാതെ ആ കെട്ടഴിക്കുകയാണ്. അവന്റെ കൂടെയുള്ളതിൽ കുറച്ചുപേർ ലൈലയെ തറപ്പിച്ച് നോക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും അവനെ വലിച്ച് സിക്ക് റൂമിലേക്ക് കൊണ്ടുപോയി. ലൈലക്കും കൂടെ പോകാൻ താല്പര്യമുണ്ടെങ്കിലും അവന്മാരുടെ നോട്ടം കണ്ടപ്പോൾ പോകാൻ തോന്നിയില്ല. പിന്നെ കൈസോളെ നോക്കാത്തതുകൊണ്ടൊരു മടി. കോളേജ് വിടാനുള്ള സമയമായതുകൊണ്ട് പിന്നെ അവനെ കാണാനും കിട്ടിയില്ല. ലൈലയുടെ മൂഡ് അത്രയ്ക്ക് ശരിയല്ലാത്തതുകൊണ്ട് പിന്നെ അന്നധികം ചുറ്റിത്തിരിയാതെ 3 വീട്ടിലേക്ക് പോയിരുന്നു. അന്ന് രാത്രി ലൈലയുടെ ഉറക്കം കെടുത്താൻ എന്ന പോലെ അവളുടെ സ്വപ്നത്തിൽ അത്രയും തൊട്ടടുത്തായി കണ്ട ചെമ്പൻ കണ്ണുകളായിരുന്നു. ഇതിനു മാത്രമേ എന്താ കണ്ണുകൾക്ക് ഇത്ര പ്രത്യേകത എന്ന് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നതിനിടെ ലൈല ആലോചിച്ചെങ്കിലും അവൾക്കൊരു ഉത്തരം കിട്ടിയിരുന്നില്ല. പിറ്റേന്ന് കളറിടുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ ലൈല പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു സ്ലീവ്ലെസ് മാക്സി ഡ്രസ്സും പിങ്ക് സ്വെറ്ററുമായിരുന്നു ഇട്ടത്. അതിന് മാച്ചിങ് ആയി ലൈറ്റ് പിങ്ക് ഷിമ്മർ ഹിജാബും റോൾ ചെയ്തു. ഇറങ്ങാൻ നേരമാണ് സിയെ വിളിച്ച് അവൾക്ക് ഡേറ്റ് ആയെന്നും വരാൻ പറ്റില്ലെന്നും പറഞ്ഞു. അതുകൊണ്ട് മിന്നയിന്ന് ബസ്സിലായിരിക്കും വരിക. അപ്പൊ അത്യാവശ്യം ലേറ്റ് ആവുന്നതുകൊണ്ട് ലൈലയും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പാർക്കിങ്ങിലെത്തിയതും ലൈല ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് മിന്നെ വിളിക്കാൻ നിൽക്കുമ്പോഴായിരുന്നു അവൾ ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. മിന്ന ഒരുത്തനൊപ്പം ചിരിച്ചുകൊണ്ട് വരുന്നു. ഏതെങ്കിലും ഒരുത്തനല്ല, കൈസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ലൈലയെ കളിയാക്കുന്നതിൽ ഒന്നാമനുമായ യാസിർ. അവനൊരു ചിരിയോട് അവിടെ തലയിലൊരു തട്ട് കൊടുക്കുന്നുണ്ട്. മിന്ന തിരികെ അവന്റെ കയ്യിലൊരു നുള്ളും കൊടുക്കുകയാണ്. എങ്കിലും രണ്ടാളും നല്ല ചിരിയോടെയാണ് നടക്കുന്നത്. അവർ രണ്ടും ലൈലയെ കണ്ടിട്ടുമില്ല. ലൈലയുടെ കണ്ണിൽ തീ പാറി. ഇത്രയും നേരമുള്ള അലസ്യതയ്ക്ക് എവിടെ പോയ എന്തോ. മിന അലറിക്കൊണ്ടുള്ള ലൈലയുടെ വിളി കേട്ടപ്പോഴാണ് മിൻഹയും യാസിറും ലൈലയെ കണ്ടത്. മിൻഹയുടെ മുഖം വിളറി വിളിക്കാൻ അധിക സമയം എടുത്തില്ല. അവിടെ ആ ഭാഗത്തിൽ നിന്ന് എന്തൊക്കെയോ മനസ്സിലായതുപോലെ ലൈല ഒന്നും പറയാതെ ചവിട്ടിക്കുലുക്കി ക്ലാസ്സിലേക്ക് നടന്നു. പുറകിൽ നിന്ന് മിൻഹയും യാസിറും വിളിക്കുന്ന അവൾ ചെവിക്കൊണ്ടില്ല. അന്ന് പിന്നെ മിന കുറെ ലൈലയോട് സംസാരിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. അങ്ങനെ ലഞ്ച് ബ്രേക്കിന് ക്യാൻറ്റീനിൽ വന്നപ്പോഴാണ് ലൈല കൈസിനെ കാണുന്നത്. അവളുടെ വീർത്ത മുഖത്തിന് പിന്നിലെ കാരണം അറിയുന്നതുകൊണ്ട് ഇന്ന് ആരും അധികം അവളെ കളിയാക്കിയില്ലായിരുന്നു. അല്ലെങ്കിൽ എല്ലാത്തിനും നേതൃത്വം വഹിക്കുന്ന യാസിർ വായു കൂട്ടിയപ്പോൾ എല്ലാവരും ഒന്ന് ഒതുങ്ങിയെന്ന് പറയുന്നതാവും ശരി. എന്നാൽ കൈസിനെ കണ്ടപ്പോൾ ലൈലയുടെ മുഖത്തെ വീർപ്പൊന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്തോ പറഞ്ഞു വെച്ച പോലെ അവനിന്ന് ലൈറ്റ് പിങ്ക് ഷർട്ടും വൈറ്റ് പാന്റുമായിരുന്നു ഇട്ടത്. അതിൽ കൈസിന്റെ മൊഞ്ചൊന്ന് കൂടിയതുപോലെ. അവന്റെ നോട്ടം അവളിൽ തന്നെയാണ്. ആ നോട്ടം കാണാൻ ലൈലയുടെ മനസ്സിൽ നെച്ചു പറഞ്ഞ കാര്യങ്ങളൊന്നും മിന്നിമാഞ്ഞു. നല്ലൊരു ഓഫർ തന്നെയാണ് ലൈല കൈസ്. കേൾക്കുമ്പോ ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ട്. യാ കുതാ, ഞാനിതെന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടണ്. ഹറാം.
അവളിൽ നിന്ന് ഓട്ടം വെട്ടിച്ചുകൊണ്ട് ലൈലൊന്ന് വിശ്വസിച്ചും കാണുന്നത് ഇളിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന മിന്നയാണ്. അവളെ കാണാത്ത പോലെ മുന്നോട്ട് നടക്കാൻ പോയ മിന്ന ലൈലയെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. ആരാ, എന്ത് വേണം? സോറിഡി, വേണമെങ്കല്ലേ നീ അവർ നമ്മൾ വഴക്കൊക്കെ കഴിഞ്ഞിട്ട് പറയാൻ നിർത്തിയിട്ടാ എന്റെ മുത്തല്ലേ പ്ലീസ്. കണ്ണു നിറച്ച് പറയുന്നവളെ കാണാൻ ലൈലുവിന്റെ മുഖമൊന്ന് അയഞ്ഞു. പിന്നെ ഇനി ഒരാഴ്ചത്തെ ഗ്യാസിന്റെ വക ചെലവരുന്ന് പറഞ്ഞപ്പോ ലൈല അവിടെ ഫ്ലാറ്റ്. ലൈലക്ക് മാത്രമല്ല സിഎം ഇതുപോലെ പറഞ്ഞ് സെറ്റാക്കിയതാണ് മിന്ന. അങ്ങനെ ദിവസങ്ങൾ ആരെയും കാക്കാതെ മുന്നോട്ട് പോയി. ഈ ദിവസങ്ങൾക്കിടയിൽ തന്റെ ഉള്ളിൽ കൈസിനോടുള്ള ഫീലിങ്സ് ലൈലക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവനെ കാണുമ്പോൾ ഇപ്പോൾ ഇതുവരെ ഇല്ലാത്ത പേടിയും വെപ്രാളവുമാണ് ലൈലക്ക്. അതുകൊണ്ട് തന്നെ മാക്സിമം അവന്റെ മുന്നിൽപ്പെടാൻ നോക്കും. ഇതൊക്കെയൊന്ന് കൂടെയുള്ള രണ്ടെണ്ണത്തിനോടോ നെച്ചുവിനോടോ പറയാന്ന് വെച്ച കളിയാക്കിക്കൊല്ലെന്ന് ഉറപ്പല്ലേ. അങ്ങനെ ഇന്നാണ് കൈസറക്കമുള്ള PG കാരുടെ ഫെയർവെൽ. ഗ്രാൻഡായിട്ട് നടക്കുന്ന പരിപാടിയാണ്. കോളേജൊക്കെ അതുകൊണ്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ കഷ്ടകാലം എന്ന പോലെ ഇന്നാണെങ്കിൽ കാലം തെറ്റിയൊരു മഴയും. ലൈല കുടയും ചൂടിയും മഴയത്തൂടെ നടക്കുകയാണ്. അവളുടെ മുന്നിലൂടെ മിന്നയും സിയും ഒരു കുടയിൽ പോകുന്നുണ്ട്. കയ്യിൽ റെക്കോർഡുള്ളതുകൊണ്ടാണ് റിസ്ക് എടുക്കാൻ മൂന്നും ഇങ്ങനെ പോകുന്നത്. മഴയും നോക്കി ഒറ്റയ്ക്ക് നടക്കേ ലൈലയുടെ മനസ്സിൽ ആദ്യമായി കൈസിനെ കണ്ട് ഓർമ്മ വന്നു. അന്ന് അവന്റെ മുഖം വ്യക്തമായി കണ്ടിട്ടില്ല. എങ്കിലും അന്നാണ് ലൈലയുടെ ജീവിതത്തിൽ കൈസ് വന്ന്. അന്നും ഇതുപോലെ താൻ റെക്കോർഡും പിടിച്ച് നടക്കുകയായിരുന്നു. എന്തോ അതൊക്കെ ഓർക്കെ ലൈലയുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. ഇനി അവനെയൊക്കെ കാണാൻ കഴിയില്ലെന്നോർത്തും എവിടേക്കോ ഒരു നമ്പരം. അല്ലെങ്കിൽ അവളുടെ കോളേജ് ലൈഫ് ഇത്രയൊക്കെ കളർഫുൾ ആക്കിയതിൽ അവർക്കും വലിയൊരു പങ്കുണ്ടല്ലോ. എല്ലാത്തിനും ഉപരി ഇനി കൈസിനെ ഇതുപോലെ എപ്പോഴും കാണാൻ കഴിയില്ലല്ലോ. ലൈല ഒന്ന് നിശ്വസിച്ചു പോയി. പെട്ടെന്നാണ് ആരോ ഓടി വന്ന് അവളുടെ കൂടയിൽ ഇടിച്ചു കയറി നിന്ന്. പ്രതീക്ഷിക്കാത്ത കൊണ്ട് തന്നെ ലൈലയൊന്ന് ഞെട്ടിയിട്ടുണ്ട്. അതിലും ഞെട്ടിച്ചുകൊണ്ട് അയാൾ അവിടെ തോളിലും കൈയിട്ടു. മിഴിഞ്ഞ കണ്ണാലെ തലയിരിച്ച് നോക്കിയപ്പോൾ കണ്ടത് അവളുടെ ഉറക്കം കെടുത്തുന്ന ആ ചെമ്പൻ കണ്ണുകളാണ്. മഴ നിറഞ്ഞു വന്നുകൊണ്ട് തന്നെ കൈസിന്റെ മുടിൽ നിറയെ വെള്ളമാണ്. അതിങ്ങനെ ഒലിച്ചു മുഖത്തിലൂടെ ഒഴുകിപ്പോകുന്നുണ്ട്. എങ്കിലും കുറച്ച് തുള്ളികൾ കട്ടിയേറിയ പീലുകൾക്കും മീശയിലും പൊടിത്താടിയിലുമൊക്കെ തങ്ങി നിൽക്കുന്നുണ്ട്. അതിങ്ങനെ കാണാനൊരു ചേലുണ്ട്. തൊട്ടടുത്തായി അവനെ കാണെ ലൈലയുടെ ഹൃദയമിടിപ്പിന്റെ വേഗത കുതിച്ചു കയറി. ഒരു നിമിഷം ഹൃദയം പൊട്ടിപ്പോകുമോ എന്നോർത്ത് ലൈല റെക്കോർഡ് നെഞ്ചോട് ചേർത്തു. സോ ഈ കൈസിന്റെ പെണ്ണായി കൈസിന്റെ മാത്രം ലൈലയാവാൻ ലൈല കരീമിന് സമ്മതമാണോ? നിറഞ്ഞ ചിരിയാലെ തന്റെ കണ്ണുകളിൽ ഉറ്റുനോക്കി ചോദിക്കുന്നവനെ കാണെ ലൈലയുടെ അടിവയറ്റിൽ നിന്ന് എന്തൊക്കെയോ ചിറകടിച്ച പോലെ. ഇത്തവണ ലൈലയെ കൂടുതൽ കൊതിപ്പിച്ചത് ചിരിക്കുമ്പോൾ അവന്റെ താടിയിൽ രൂപപ്പെട്ട ആ കുഞ്ഞു ചുഴിയാണ്. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കാണുന്ന ആ കുഞ്ഞു ചുഴി. ഏതോ ലൂപ്പിലകപ്പെട്ടതുപോലെ ലൈലയുടെ കൈ കുടയിൽ നിന്നയഞ്ഞ് ആ ചുഴിയുടെ ആഴമളന്നു. ഇരുവരെയും നനച്ചുകൊണ്ട് മഴ ഭൂമിയെ ചുംബിച്ചുകൊണ്ടിരുന്നു. കണ്ട നാൾ തൊട്ടേ എന്റെ കൽബിനുള്ളിലെത്തുന്ന ശക്തമായി പെയ്യുന്ന മഴയെ അവഗണിച്ച് ഗ്രൗണ്ടിൽ നിന്ന് പ്രണയം പങ്കിടുന്ന കൈസിനെയും ലൈലയെയും കാണെ എല്ലാവരുടെയും മുഖത്ത് കള്ളച്ചിരി വിരിഞ്ഞു. യാസിറാട് വെച്ചുള്ള മൈക്കും സെറ്റ് എടുത്ത് കണക്ട് ചെയ്തു. കണ്ട നാള് തൊട്ടേ എന്റെ കൽബിനുള്ളിലുള്ളിൽ. മിക്താദിന്റെ കൂടെ കുട്ടികളെല്ലാവരും പാടാൻ തുടങ്ങി. ലൈലയും കൈസും ഒരു ചിരിയോടെ പരസ്പരം നോക്കി. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ ലൈല കയ്യിലേക്ക് നോക്കി. യാ കുതാ, റെക്കോർഡ് എന്റെ ഇന്റേണൽ പോയി. നനഞ്ഞു കുതിർന്ന റെക്കോർഡ് നോക്കി അലറിക്കൊണ്ട് പറയുന്നവളെ കാണാൻ എത്ര പിടിച്ചു വെച്ചിട്ടും കൈസിന് ചിരി പൊട്ടി. ആദ്യമായി കാണുന്ന കൈസിന്റെ പൊട്ടിച്ചിരി കാണെ ലൈലയും ചിരിച്ചുപോയി. അതെ, അവിടെ തുടങ്ങിയായിരുന്നു അവരുടെ പ്രണയം. മറക്കാൻ കഴിയാത്ത, എന്നെന്നും ഹൃദയത്തിലും ഓർമ്മയിലും സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്ന അവരുടെ മനോഹരമായ പ്രണയം.